എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിതിൻ. ഈ വീഡിയോയിൽ OET റൈറ്റിംഗിലെ ഡിസ്ചാർജ് പ്ലാനിൽ വരുന്ന ഡാറ്റ സിമ്പിൾ പ്രസൻറ്റൻസ് ഉപയോഗിച്ച് എങ്ങനെ സെൻറ്റൻസ് ആക്കാമെന്ന് നമുക്ക് നോക്കാം. സബ്ജക്ട് പ്ലസ് V1 ഫോം ഓഫ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ഓർ ഫ്രേസ് എന്ന ഫോമാറ്റിൽ വരുന്ന സെൻറ്റൻസസിനെയാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ടെൻസിന് പലതരത്തിലുള്ള യൂസ് ഉണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ടെൻസ് ഉപയോഗിച്ച് റിക്വസ്റ്റ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ റിക്വയർമെൻറ്റ് എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ ഈ ഒരു ടെൻസ് ഉപയോഗിച്ച് എങ്ങനെ റിക്വസ്റ്റ് എക്സ്പ്രസ് ചെയ്യാം. ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. പ്ലീസ് ഗീവ് മീ സം വാട്ടർ, അതായത് ദയവായി എനിക്ക് കുറച്ച് വെള്ളം തരിക. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും കൈൻഡ്ലി ഹെൽപ്പ് ഹിം ടു ഡു ഹോംവർക്ക്, ദയവായി അവനെ ഹോംവർക്ക് ചെയ്യുവാൻ ഹെൽപ്പ് ചെയ്യുക. മൂന്നാമതൊരു എക്സാമ്പിൾ കൂടി നോക്കാം. പ്ലീസ് അഡ്വൈസ് ഹെർ റിഗാർഡിംഗ് ഡയറ്റ്, ദയവായി അവളെ ഡയറ്റിനെ സംബന്ധിച്ച് ഉപദേശിക്കുക. ഓക്കെ, ഇനി ഈ മൂന്ന് സെൻറ്റൻസസും നമുക്ക് റിക്വയർമെൻറ്റ് ഫോമിലും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ച് എഴുതാവുന്നതാണ്. റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ആവശ്യകത അറിയിച്ചുകൊണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ എക്സാമ്പിൾസ്. ഐ നീഡ് സം വാട്ടർ, അതായത് എനിക്ക് കുറച്ച് വെള്ളം ആവശ്യമാണ്. ഹീ നീഡ്സ് ഹെൽപ്പ് ടു ഡു ഹോംവർക്ക്, അവന് ഹോംവർക്ക് ചെയ്യുവാൻ ഹെൽപ്പ് ആവശ്യമാണ്. ഷീ നീഡ്സ് അഡ്വൈസ് റിഗാർഡിംഗ് ഡയറ്റ്, അതായത് അവൾക്ക് ഡയറ്റിനെ സംബന്ധിച്ച് ഉപദേശം ആവശ്യമാണ്. ADVACE അഡ്വൈസും ADVASC അഡ്വൈസും തമ്മിലുള്ള വ്യത്യാസത്തിനെ സംബന്ധിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചാനൽ നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് OET കേസ് നോട്ട്സിലെ ഡാറ്റയുടെ സഹായത്തോടെ എങ്ങനെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ച് സെൻറ്റൻസ് എഴുതാമെന്ന് നമുക്ക് പഠിക്കാം. ലിസ്റ്റ് ഓഫ് ഡാറ്റ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഡാറ്റയും റിക്വസ്റ്റ് ആയിട്ടും റിക്വയർമെൻ്റ് ആയിട്ടും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ച് എഴുതാം. ആദ്യത്തെ ഡാറ്റ നോക്കാം. മോണിറ്റർ മെഡിക്കേഷൻ കോംപ്ലയൻസ്, ബ്ലഡ് ഷുഗർ ലെവൽസ്, ആൽക്കഹോൾ ഇൻടേക്ക്. ഇനി ഈ ഒരു ഡാറ്റ ആദ്യം തന്നെ നമുക്ക് റിക്വസ്റ്റ് ആയിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? കൈൻഡ്ലി മോണിറ്റർ ഹിസ് മെഡിക്കേഷൻ കോംപ്ലയൻസ്, ബ്ലഡ് ഷുഗർ ലെവൽസ് ആൻഡ് ആൽക്കഹോൾ ഇൻടേക്ക്, അതായത് ദയവായി അവൻ്റെ മെഡിക്കേഷൻ കോംപ്ലയൻസ്, ബ്ലഡ് ഷുഗർ ലെവൽ, അതുപോലെ തന്നെ ആൽക്കഹോൾ ഇൻടേക്ക് മോണിറ്റർ ചെയ്യുക. ഓക്കെ, ഇനി ഇതേ സെൻറ്റൻസ് നമുക്ക് റിക്വയർമെൻ്റ് ആയിട്ട് എങ്ങനെ എഴുതാം? ഹീ നീഡ്സ് മോണിറ്ററിംഗ് ഫോർ മെഡിക്കേഷൻ കോംപ്ലയൻസ്, ബ്ലഡ് ഷുഗർ ലെവൽസ് ആൻഡ് ആൽക്കഹോൾ ഇൻടേക്ക്, അതായത് അവന് മെഡിക്കേഷൻ കോംപ്ലയൻസിൻ്റെയും ബ്ലഡ് ഷുഗർ ലെവലിൻ്റെയും അതുപോലെ തന്നെ ആൽക്കഹോൾ ഇൻടേക്കിൻ്റെയും മോണിറ്ററിംഗ് ആവശ്യമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഡാറ്റയിലോട്ട് കിടക്കാം. എൻകറേജ് മോഡറേറ്റ് എക്സസൈസ് പ്രോഗ്രാം. നമുക്കിത് റിക്വസ്റ്റ് ഫോമുലാറ്റിലോട്ട് എഴുതാം. എങ്ങനെ? പ്ലീസ് എൻകറേജ് ഹിം ടു ഫോളോ എ മോഡറേറ്റ് എക്സസൈസ് പ്രോഗ്രാം, അതായത് ഒരു മോഡറേറ്റ് എക്സസൈസ് പ്രോഗ്രാം ഫോളോ ചെയ്യാൻ വേണ്ടി അവനെ എൻകറേജ് ചെയ്യുക. ഓക്കെ, ഇനി ഇത് റിക്വയർമെൻറ്റ് ഫോമാറ്റിലോട്ട് നമുക്ക് മാറ്റാം. ഹി റിക്വയർസ് എൻകറേജ്മെൻറ്റ് ടു ഫോളോ എ മോഡറേറ്റ് എക്സസൈസ് പ്രോഗ്രാം, അതായത് ഒരു മോഡറേറ്റ് എക്സസൈസ് പ്രോഗ്രാം ഫോളോ ചെയ്യുവാൻ അവന് എൻകറേജ്മെൻറ്റ് ആവശ്യമാണ്. നൗ ലെറ്റ്സ് മൂവ് ടു തേർഡ് ഡാറ്റ. തേർഡ് ഡാറ്റ എന്താണ്? സജസ്റ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓക്കെ, ഇനി നമുക്കിത് റിക്വസ്റ്റ് ഫോമുലേറ്റ് ആദ്യം എഴുതാം. കൈൻഡ്ലി അഡ്വൈസ് ഹിം റിഗാർഡിംഗ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇവിടെ ഞാൻ സജസ്റ്റ് എന്ന വാക്കിന് പകരം അഡ്വൈസ് എന്ന വേർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ദയവായി ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ അവനെ ഉപദേശിക്കുക എന്നാണ്. റിക്വയർമെൻറ്റ് ഫോമിൽ എങ്ങനെ വരും? ഹീ നീഡ്സ് അഡ്വൈസ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ്, അതായത് അവന് ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ ഉപദേശം ആവശ്യമാണ്. ADVACE അഡ്വൈസും അതുപോലെ തന്നെ ADVASC അഡ്വൈസും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചാനൽ കാണാവുന്നതാണ്. ഇനി നമുക്ക് നാലാമത്തെ ഡാറ്റയിലോട്ട് പോകാം. എൻകറേജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സോഷ്യൽ ആക്ടിവിറ്റീസ്. റിക്വസ്റ്റ് ഫോമിൽ എങ്ങനെ വരും? പ്ലീസ് എൻകറേജ് ഹിം ടു എസ്റ്റാബ്ലിഷ് സോഷ്യൽ ആക്ടിവിറ്റീസ്, അതായത് ദയവായി സോഷ്യൽ ആക്ടിവിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ അവനെ ഹെൽപ്പ് ചെയ്യുക. റിക്വയർമെൻറ്റ് ഫോമിൽ എങ്ങനെ വരും? ഹി റിക്വയർസ് എൻകറേജ്മെൻറ്റ് ടു എസ്റ്റാബ്ലിഷ് സോഷ്യൽ ആക്ടിവിറ്റീസ്, അതായത് സോഷ്യൽ ആക്ടിവിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ അവന് എൻകറേജ്മെൻറ്റ് ആവശ്യമാണ്. ഇനി നമുക്ക് ഈ എല്ലാ ഡാറ്റയും നമുക്കിതിൻ്റെ ഒരു പാരാഗ്രാഫായിട്ട് കൺവേർട്ട് ചെയ്യാം. പാരാഗ്രാഫായിട്ട് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ഒരു സെൻറ്റൻസ് റിക്വസ്റ്റ് ഫോമിലും രണ്ടാമത്തെ സെൻറ്റൻസ് റിക്വയർമെൻറ്റ് ഫോമിലും ആ രീതിയിൽ എഴുതി പോവുകയാണെങ്കിൽ നമ്മുടെ പാരാഗ്രാഫ് കുറച്ചും കൂടെ പ്രസൻറ്റബിൾ ആയിരിക്കും. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. Kindly monitor Mr. Martin's medication complaints, blood sugar levels and alcohol intake. He requires encouragement to follow a moderate exercise program and to establish social activities. ഇവിടെ ഞാൻ രണ്ട് ഡാറ്റ ക്ലബ്ബ് ചെയ്ത് ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ സെൻറ്റൻസ്. ഇനി ഫൈനലി ഇറ്റ് വുഡ് ബി ബെനിഫിഷ്യൽ ഇഫ് യു കുഡ് സജസ്റ്റ് ഹിം വേസ് ടു എസ്റ്റാബ്ലിഷ് ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇവിടെ ഞാനൊരു ഫ്രേസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്താണ്? ഇറ്റ് വുഡ് ബി ബെനിഫിഷ്യൽ എന്ന ഫ്രേസ്. ഇതൊരു റിക്വസ്റ്റ് ഫോം അല്ല, പക്ഷേ നമുക്ക് അതേ ഒരു ഫോമാറ്റിൽ പ്ലീസ് അല്ലെങ്കിൽ കൈൻഡ്ലി എന്ന അഡ്വേർബിന് പകരം ഈ ഒരു ഫ്രേസ് ഉപയോഗിച്ചും നമുക്ക് സെൻറ്റൻസ് ആയിട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരുന്നത്? ദയവായി മിസ്റ്റർ മാർട്ടിൻ്റെ മെഡിക്കേഷൻ കോംപ്ലയൻസും ബ്ലഡ് ഷുഗർ ലെവലും ആൽക്കഹോൾ ഇൻടേക്കും മോണിറ്റർ ചെയ്യുക. അവന് മോഡറേറ്റ് എക്സസൈസ് പ്രോഗ്രാം ഫോളോ ചെയ്യുവാനും സോഷ്യൽ ആക്ടിവിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുവാനും എൻകറേജ്മെൻറ്റ് ആവശ്യമാണ്. ആൻഡ് ഫൈനലി
അവന് ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ സജസ്റ്റ് ചെയ്യുന്നത് വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും എന്നാണ് ലാസ്റ്റ് സെൻറ്റൻസിൻ്റെ മീനിങ് വരുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് സിമ്പിൾ പ്രസൻറ്റൻസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ റിക്വസ്റ്റ് ആയിട്ടും റിക്വയർമെൻ്റ് ആയിട്ടും സെൻറ്റൻസ് ആക്കി മാറ്റാൻ പറ്റും. പാറാഫായിട്ട് എല്ലാം ഒരുമിച്ച് നമ്മൾ എഴുതുമ്പോൾ ആദ്യത്തെ ഒരു സെൻറ്റൻസ് റിക്വസ്റ്റ് ആയിട്ട് എഴുതുക, രണ്ടാമത്തെ സെൻറ്റൻസ് റിക്വയർമെൻ്റ് ആയിട്ട് എഴുതുക, മൂന്നാമത്തെ സെൻറ്റൻസ് വീണ്ടും റിക്വസ്റ്റ് ആയിട്ട് എഴുതുക, അങ്ങനെ സാൻഡ്വിച്ച് ചെയ്ത് പോകുക. അതുപോലെ തന്നെ ഒരുപോലെ ഇരിക്കുന്ന രണ്ട് ഡാറ്റ നമുക്ക് ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാവുന്നതുമാണ്. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്കോർ കിട്ടാൻ സാധിക്കും. നമുക്കറിയാലോ, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാറാഫ്സ് ആണ് റെക്കമെൻഡേഷൻ പാറാഫ്. റെക്കമെൻഡേഷൻ പാറാഫിലാണല്ലോ നമ്മൾ ഡിസ്ചാർജ് പ്ലാൻ സെൻറ്റൻസ് ആയിട്ട് നമ്മൾ എഴുതുന്നത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഡാറ്റ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. നമുക്ക് 1 by 1 സെൻറ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് എല്ലാം പാറാഫായിട്ട് എഴുതി പോകാം. ആദ്യത്തെ ഡാറ്റ എന്താണ്? ഡെയിലി വിസിറ്റ് അണ്ടിൽ ബേബീസ് വെയിറ്റ് ആൻഡ് ഫീഡിങ് ആർ സ്റ്റേബിൾ. ഇത് നമുക്ക് ഇതെന്താണ്? ഇതൊരു ഹോം വിസിറ്റ് ആണ് അല്ലേ? ഹോം വിസിറ്റ് നടത്തുന്ന രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ ഒരു ഡാറ്റ റിക്വസ്റ്റ് ഫോമിൽ സെൻറ്റൻസ് ആക്കാം. എങ്ങനെ എഴുതാം? കൈൻഡ്ലി കണ്ടക്ട് ഡെയിലി ഹോം വിസിറ്റ്സ് അണ്ടിൽ റോസലിൻസ് വെയിറ്റ് ആൻഡ് ഫീഡിങ് ആർ സ്റ്റേബിൾ. ഇവിടെ ബേബിയുടെ പേര് റോസലിൻ എന്നാണ് കേട്ടോ കേസിനുള്ളത്. അതാണ് ഞാൻ റോസലിൻസ് എന്ന് എഴുതിയിരിക്കുന്നത്. റോസലിൻ്റെ വെയിറ്റും ഫീഡിങ്ങും സ്റ്റേബിൾ ആകുന്നിടം വരെ ദയവായി ഹോം വിസിറ്റ് കണ്ടക്ട് ചെയ്യുക. ഇനി നമുക്ക് രണ്ടാമത്തെ ഡാറ്റ നോക്കാം. എൻഷുർ സേഫ് എൻവയറോൺമെൻറ്റ് ഫോർ ബേബി ആൻഡ് അപ്ഡേറ്റ് സോഷ്യൽ വർക്കർ ഇഫ് റിസ്ക് പ്രസൻറ്റ്. ഇത് നമുക്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എന്നുള്ള ഫ്രേസ് ഉപയോഗിച്ച് നമുക്ക് സിമ്പിൾ പ്രസൻറ്റൻസിൽ തന്നെ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. എങ്ങനെ? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എൻഷുർ എ സേഫ് എൻവയറോൺമെൻറ്റ് ഫോർ ബേബി. അതായത് ബേബിക്കൊരു സേഫ് എൻവയറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻഷുർ ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബാക്കി നമുക്ക് ആൻഡ് ഇട്ട് കണക്ട് ചെയ്തിടാം. ആൻഡ് ഇൻഫോം സോഷ്യൽ വർക്കർ ഇഫ് എനി റിസ്ക് ആർ പ്രസൻറ്റ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള റിസ്ക് ഉണ്ടെങ്കിൽ സോഷ്യൽ വർക്കറിനെ ഇൻഫോം ചെയ്യുന്നതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഡാറ്റയിലോട്ട് പോകാം. മോണിറ്റർ മദേഴ്സ് കോപ്പിംഗ് ആൻഡ് സൈക്കോ സോഷ്യൽ സ്റ്റേറ്റ്. ഇത് നമുക്ക് റിക്വയർമെൻറ്റ് ഫോമിൽ സെൻറ്റൻസ് ആക്കി മാറ്റാം. ഇവിടെ മദറിൻ്റെ പേര് ജമ്മ എന്നാണ് കേസ് നോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ജമ്മ റിക്വയർസ് മോണിറ്ററിംഗ് ഫോർ ഹെർ കോപ്പിംഗ് ആൻഡ് സൈക്കോ സോഷ്യൽ സ്റ്റേറ്റ്. ഇനി നമുക്ക് ലാസ്റ്റ് ഡാറ്റയിലോട്ട് പോകാം. പ്ലീസ് എഡ്യൂക്കേറ്റ് മദർ ആൻഡ് ഗ്രാൻഡ് മദർ ഓൺ ഇൻഫൻറ്റ് കെയർ. ഇത് നമുക്ക് റിക്വസ്റ്റ് ഫോമിൽ തന്നെ പ്ലീസ് എന്ന അഡ്വേർബ് ഉപയോഗിച്ച് എഴുതാം. എങ്ങനെ? പ്ലീസ് എഡ്യൂക്കേറ്റ് ബോത്ത് മദർ ആൻഡ് ഗ്രാൻഡ് മദർ ഓഫ് ദ ബേബി ഓൺ ഇൻഫൻറ്റ് കെയർ. I hope this is clear for you. I hope this video was helpful for you. നിങ്ങൾക്ക് OET റൈറ്റിംഗിലെ വേറെ ഏതെങ്കിലും ഏരിയയെ സംബന്ധിച്ച് വീഡിയോ ചെയ്ത് കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് സെക്ഷനിൽ പറയുക. I will definitely try to do that. Okay. See you in the next video. Thank you.